ഞാനിവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചിട്ടും സച്ചേട്ടൻ മിണ്ടാ നിന്നത് എന്താണെന്നറിയോ? അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ കുടുംബകാര്യത്തിൽ ആവശ്യമില്ലാതെ തലയിടണ്ടെന്ന് കരുതിയിട്ടാ. പക്ഷേ സച്ചേട്ടൻ ഇപ്പൊ എന്നോടൊപ്പം വന്നിരിക്കുന്നത് എന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ വേണ്ടിയാ, അല്ലാതെ പ്രശ്നത്തെ വഷളാക്കാൻ വേണ്ടിയല്ല. എല്ലാരും ഇരിക്കെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്നെ അറിയിച്ചാലും ഇല്ലെങ്കിലും ആതിരയുടെ കാര്യത്തിൽ എനിക്കും ചില ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങളൊക്കെ മറന്നാലും ഞാൻ മറക്കില്ല, മറക്കാൻ പാടില്ല. അങ്ങനെ ഉത്തരവാദിത്വ ബോധം നിനക്കുണ്ടെങ്കിൽ നീ ഞങ്ങളോടൊപ്പം നിന്ന് ഇത് നടത്തി തരാനാ ശ്രമിക്കേണ്ടത്. അത് പറയാനാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കുന്ന ഏത് വിവാഹവും ഞാനും കൂടി ചേർന്ന് നടത്തിത്തരാം. അതിനു മുമ്പ് എനിക്ക് ആതിരയുടെ പൂർണ്ണ സമ്മതി ഈ വിവാഹത്തിനുണ്ടെന്ന് ബോധ്യമാവണം. ആതിരെ, പറയും, നിന്റെ സമ്മതത്തോടെയാണോ ഈ വിവാഹം നടക്കാൻ പോകുന്നത്? നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നീ തുറന്നു പറ. നിന്റെ സമ്മതത്തോടെ ആണോ? അല്ല. ഈ വിവാഹത്തെക്കുറിച്ച് ഇപ്പൊ ചേച്ചി അല്ലാതെ ഈ വീട്ടിൽ ഒരു മനുഷ്യനും എന്റെ അഭിപ്രായവും അനുവാദവും ഒന്നും ചോദിച്ചിട്ടില്ല. ഈ വിവാഹം വേണ്ടെന്ന് കരഞ്ഞു കരഞ്ഞ് പറഞ്ഞ് ഞാൻ മടുത്തു. കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഇവരെല്ലാരും കൂടെ തീരുമാനിക്കും, പറയും, ഞാൻ കേട്ട് നിൽക്കും. എനിക്കൊരു അഭിപ്രായവും തീരുമാനവും ഒന്നുമില്ല. കേട്ടല്ലോ എല്ലാവരും, ഇവള് പറഞ്ഞ ഈ വിവാഹമാണോ നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ച് നടത്താനിരിക്കുന്നത്? അനുപേട്ടാ, എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് അനുപേട്ടനോടാ. എന്തിനാ അനുപേട്ടാ ഇങ്ങനെ സ്വയം അപഹാസ്യനാവുന്നത്? ആരോടുള്ള വാശിയാ അനുപേട്ടൻ തീർക്കാൻ പോകുന്നേ? അങ്ങനെ ഒരു വാശി കാണിക്കുന്നുണ്ടെങ്കിൽ ഇവളുടെ ഇഷ്ടത്തിനൊത്തു നിന്നുകൊണ്ടാവണം. നല്ലതിനു വേണ്ടിയാണെന്ന് കരുതി അനുപേട്ടൻ ചെയ്യുന്നതൊക്കെ അവസാനം വെറുപ്പ് സമ്പാദിക്കാനുള്ളത് മാത്രം ആവരുത്. ഒരാളെ സ്നേഹിച്ചു പോയിന്റെ പേരില് ഇവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിക്കുന്നത് കാണുമ്പോ എത്രയെന്ന് പറഞ്ഞാ ഞാൻ പിടിച്ചിരിക്കുന്നത്? സന്ദീപിന്റെ വിവാഹ സമയത്ത് ഇവളുടെ അവസ്ഥ എന്താവുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എല്ലാം കൂടി ഓർത്ത് ഒരിക്കൽ പരാജയപ്പെട്ടു പോയ ആത്മഹത്യാ ശ്രമം ഇവള് വീണ്ടും നടത്തിയാലെന്ന് പേടിച്ചിട്ടാ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. മറ്റൊരാളുടെ സ്നേഹവും പരിഗണനയും കിട്ടിക്കഴിയുമ്പോ ഇവളുടെ മനസ്സ് മാറുമെന്ന് ഞാൻ കരുതി. അല്ലാതെ എനിക്കെന്ത് വാശി? നിനക്കറിയോ, ഈ വിവാഹം നടത്താൻ ഒരു രൂപ പോലും എന്റെ കയ്യിലില്ല ഇപ്പോഴും. എന്നിട്ടും ഞാനിത് തീരുമാനിക്കാൻ പറഞ്ഞത് സന്ദീപിന്റെ വിവാഹത്തിന് മുമ്പ് ഒരു നിമിഷം മുമ്പ് ഇവിടെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. എനിക്ക് എന്നെ സഹായിക്കാൻ വേറെ ആരുണ്ട്? ഞാനുണ്ട്. നേരത്തെ അർച്ചന പറഞ്ഞ പോലെ ഞാൻ ഈ വീട്ടിലെ മരുമകനാ, വന്നു കയറിയവനാ. നിങ്ങളുടെ കുടുംബത്തിൽ അഭിപ്രായം പറയാൻ ആളല്ല ഞാൻ എന്നും എനിക്കറിയാം. ആതിരെ ഞാൻ എൻ്റെ സ്നേഹിയെപ്പോലെ കണ്ടിട്ടുള്ളൂ. ആതിരയ്ക്കൊരാവശ്യം വരുമ്പോൾ അനൂപേട്ടനോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും. അത് ആതിരയുടെ വിവാഹത്തിന് മാത്രമല്ല, ഏത് കാര്യത്തിനും അതങ്ങനെ തന്നെ. ഇനി ഇവിടെ ആരും അറിയാത്ത ഒരു വാർത്ത കൂടി ഞാൻ പറയാം. സന്ദീപിന്റെ അനഘയുടെ വിവാഹം മാറ്റിവെച്ചു. ജോത്സ്യം പറഞ്ഞ പ്രകാരമാണെങ്കിൽ 4 വർഷം കഴിയണം ഇനി ആ വിവാഹത്തിന്. ഈ 4 വർഷം അതൊരിക്കലും നടക്കാത്തൊരു കാലാവധിയാണ്. അതിന്റെ അർത്ഥം സന്ദീപിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആതിരെ 4 വർഷം ഇവിടെ നിർത്തണമെന്നല്ല. അനൂപേണ്ട വാശിക്ക് അത്രയും സമയം കൂടി നീട്ടിക്കിട്ടിയെന്നാ ഞാൻ പറഞ്ഞത്. ഈ നിവർത്തിയില്ലാത്ത സമയത്ത് ഇപ്പൊ അത് തീരുമാനിക്കണ്ട. അറിഞ്ഞിടത്തോളം ഇപ്പൊ കാണാൻ വന്ന പയ്യനും ആളത്ര ശരിയല്ല. അയാളെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് മതി ബാക്കി തീരുമാനങ്ങളൊക്കെ. ആര് പറഞ്ഞു അവൻ ശരിയല്ലെന്ന്?
നല്ല തങ്കം പോലെ- ഏടത്തി, എന്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും ഇല്ലാത്ത ആദി ഏടത്തിക്കും വേണ്ട. അമ്മയെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. വിവാഹം കഴിച്ചു പോയെങ്കിലും ഞാൻ ഇപ്പോഴും നിങ്ങളുടെ പഴയ അർച്ചന തന്നെയാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ കൂടി ഒന്ന് അറിയിക്കണം. ആതിരയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ പറയാം. അവൾക്ക് ഇഷ്ടപ്പെടാത്ത വിവാഹം നടത്താൻ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. ഇവിടെ എല്ലാവർക്കും ഇവളുടെ മേൽ അവകാശമുള്ളതുപോലെ എനിക്കുമുണ്ട്. എന്റെ അനിയത്തിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിനി ആര് എന്തു പറഞ്ഞാലും ശരി. തീർന്നല്ലോ, ഇതോടെ എല്ലാം തീർന്നല്ലോ. എനിക്ക് വിധിയില്ല, അത് തന്നെ. ഒരു കള്ളസ്വാമിയും അയാളുടെ താളത്തിനകത്ത് തുള്ളാൻ കുറെ ആൾക്കാരും, ചേച്ചി ഉൾപ്പെടെയുള്ളവര് അയാൾ എന്തിനാ അനുസരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എനിക്കറിയാം അയാള് വെറുതെ വന്നതല്ല ഇവിടേക്കെന്ന്. അർച്ചന മുൻകൈ എടുത്ത് കൊണ്ടുവന്നതാവും ഇത് മുടക്കാൻ. ഇനി സന്ദീപോ ആതിരെ അർച്ചനെ അടക്കം എല്ലാവരും ഇതിന് സമ്മതിച്ചാലും ഇവിടുത്തെ തന്ത സമ്മതിക്കില്ല. ഇതിപ്പോ യോഗമില്ലാത്ത സ്ഥിതിക്ക് ആ പായ അങ്ങ് മടക്കി വെക്കാം. 4 വർഷം കഴിഞ്ഞ് നിവർത്താം. അതിനു മുൻപ് ആതിര സന്ദീപിനെ കൊണ്ട് പോവുകയും ചെയ്യും. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ആലോചിക്കുന്നേ? ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുമൊന്നുമില്ലല്ലോ. പിന്നെ കുറിച്ച മുഹൂർത്തം പോലെ മറ്റൊന്ന് നടക്കും എന്റെ വിവാഹം. ഇല്ല, പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? മുഹൂർത്തം നോക്കണ്ടാന്ന് വെക്കണം. മുഹൂർത്തവും ദോഷവും ഒക്കെ മറന്നുകൊണ്ട് ഇതൊക്കെ അങ്ങ് നടത്തണം. 4 വർഷം വരെ ഒന്നും നീ കാത്തിരിക്കണ്ട, ഉടനെ നടത്താൻ പറ്റൂ ഇത്. പക്ഷെ അങ്ങനെ ആവുമ്പോ സന്ദീപിന് നിന്നോട് ഇഷ്ടം ഉണ്ടാവണം. എങ്കിലേ ഈ രജിസ്റ്റർ മാരേജിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അപ്പോ അർച്ചനയും സേതുമാധവനൊക്കെയോ ഒഴിവാക്കണം. അർച്ചന ഈ വീട്ടിൽ നിന്നും സേതുമാധവനെ ഈ ഭൂമിയിൽ നിന്നും. ഇതിന്റെ എല്ലാം മർമ്മസ്ഥാനം എന്ന് പറയുന്നത് ആ അർച്ചനയാ. അവൾ ഈ വീട്ടിലുള്ളപ്പോഴേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. അവൾ ഈ കുടുംബത്തിലേ ഇല്ലാതായാല് പിന്നെല്ലാം നമ്മൾ കരുതുന്ന പോലെ നടന്നോളൂ. ഡിവോഴ്സിന് സച്ചിക്കിപ്പോ വലിയ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മുൻകൈ എടുത്തത് നടത്തിക്കൊടുക്കണം. പിന്നെ സ്വാമിയുടെ കാര്യം, അങ്ങേർക്ക് എന്നെ പണ്ടേ സംശയമുള്ളതാ. ഇനി മനക്കണ്ണി കാണുന്ന എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ അതോടെ തീരുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നീ ധൈര്യമായിട്ടിരിക്കെ. ആദ്യം സച്ചിയുടെ അർച്ചനയുടെ ഡിവോഴ്സ് നടക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി തീരുമാനിക്കാം. അർച്ചന എന്ന പേരിനൊപ്പം അവൾ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന സച്ചിദാനന്ദൻ എന്ന പേര് ഈ അവന്തിക വെട്ടും. വെട്ടി മാറ്റും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇനി കുറച്ചു കാലത്തേക്കെങ്കിലും വിവാഹകാര്യം പറഞ്ഞ് ആതിരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പോഴുള്ള അവളുടെ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. അനുപേടിനോടും പറയണോ അമ്മ? എന്നാ ഇറങ്ങാം സച്ചേട്ടാ. മോളെ, നിനക്കിവിടെ 1-2 ദിവസം നിന്നിട്ട് പോയാൽ പോരെ? ആതിരയുടെ ഈ അവസ്ഥയിൽ നീ കൂടെ ഉണ്ടായിരുന്ന അവക്ക് വലിയ ആശ്വാസമാകും, ഞങ്ങൾക്കും. അല്ല, അതിപ്പോ അർച്ചന ഇല്ലാതെ സച്ചിമോന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ബുദ്ധിമുട്ടിന്റെ കാര്യമല്ല. അർച്ചന,
താനോടെ നിൽക്ക്. സൗകര്യം പോലെ അങ്ങ് വന്നാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വരുമ്പോ വിളിച്ചാൽ മതി. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളാം. എന്നാ ശരി. സത്യം പറഞ്ഞ ഇപ്പോഴാ ഒരു സമാധാനമായത്. ആ സ്വാമി വന്ന് ഇപ്പോൾ ഈ വിവാഹം നടത്തണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും എല്ലാവരും അറിഞ്ഞേനെ. ഏട്ടനും ചേച്ചിയും വന്ന് അനൂപേട്ടനോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാനും തൽക്കാലം രക്ഷപ്പെട്ടു. പിന്നെ ചേച്ചി ഇവിടെ നിൽക്കുക. ഏട്ടൻ മാത്രമേ അങ്ങോട്ട് വന്നുള്ളൂ. ഞങ്ങൾ 2 ഭർത്താക്കന്മാർ ഇവിടെയും നിങ്ങൾ 2 ഭാര്യമാർ അവിടെയും. ഇപ്പൊ അതുമില്ല. അതിനെന്താ, എപ്പോ വേണേലും കാണാലോ. എങ്കിൽ പിന്നെ അന്നത്തെ പോലെ ഞാൻ ഒന്നും കൂടി മതിൽ ചാടിയാലോ? അയ്യോ, ഒന്നും വേണ്ട. ഇനിയിപ്പൊ നേരാവണ്ണമുള്ള കാണലൊക്കെ മതി. പ്രേമിക്കുമ്പോഴുണ്ടായിരുന്ന ധൈര്യമൊന്നും ഇപ്പൊ എനിക്കില്ല. വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നേ. സന്ദീപ് എന്നാന്ന് വെച്ചാ പറഞ്ഞാ മതി. താനെന്താ വിളിച്ചേ? സന്ദീപ് എന്നോ? ആ, സന്ദീപ് എന്നാണോ ഇനി അങ്ങോട്ട് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നാളെ വിളിച്ചപ്പോഴും ചോദിക്കണമെന്ന് ഓർത്തതാ. പിന്നല്ലാതെ വേറെന്ത് വിളിക്കാനാ? ഞാനിപ്പോ തന്നെ ഭർത്താവല്ലേ. അതിന് ഞാനിപ്പോ ഭർത്താവേ എന്ന് വിളിക്കണോ? അല്ല, അർച്ചനേട്ടത്തി ഏട്ടനെ വിളിക്കുന്ന കേട്ടിട്ടില്ലേ? സച്ചിയേട്ടാന്ന്. ആ വിളി തന്നെയുണ്ട് കുറെ സ്നേഹവും കരുതലും എല്ലാം. എന്നെ താൻ അങ്ങനെ ഒന്ന് വിളിച്ചേ. എന്ത് സച്ചിയേട്ടാന്നോ? സച്ചിയേട്ടാന്നല്ല, എന്റെ പേരിനൊപ്പം ഏട്ടൻ ചേർത്ത് വിളിക്കാം. അത് സന്ദീപേ. 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 ആ, വിളിക്കേ. വെറുതെ ഞാനൊന്ന് കേക്കട്ടെ. സന്ദീപേട്ടാ. എന്തോ ആ വിളി തന്നെയുണ്ട് ഒരു ഐശ്വര്യം. ആതിരയുടെ സ്വന്തം സന്ദീപേട്ട. അയ്യേ, എനിക്കിതൊന്നും സെറ്റാവില്ല. സന്ദീപ് അത് മതി. ആ, മതിയെങ്കിൽ മതി. ദേഷ്യം വരുമ്പോ മുൻപത്തെ പോലെ വേറൊന്നും വിളിക്കാതിരുന്നാ മതി. ആ, അത് ദേഷ്യം വരുമ്പോ ആലോചിക്കാം. എങ്ങനെയാണെങ്കിലേ ഞാൻ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന കണ്ട എന്താവും സ്ഥിതി? ഫോണിൽ എങ്ങനെയാ എന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത്? പൂവാലൻ. അത് ഞാൻ പറയില്ല. ചുമ്മാ പറയുന്നേ, കേക്കട്ടെ. എന്നോട് ദേഷ്യപ്പെടരുത്, വിഷമം തോന്നുകയും ചെയ്യരുത്. ഇല്ലെന്നേ, താൻ പറയേ. അത് 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 പൂവാലൻ. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ. അയ്യോ, ഞാൻ പറഞ്ഞല്ലേ പിണങ്ങരുതെന്ന്. ഹലോ, കേക്കുന്നുണ്ടോ? ഹലോ. കേക്കുന്നുണ്ട്. കൂടുതലൊന്നും കേൾക്കണമെന്നില്ല. അയ്യോ, ഞാൻ അന്ന് പരിചയമില്ലാത്ത സമയത്ത് സേവ് ചെയ്ത് വെച്ചിരുന്നതാ. പിന്നെ
മാറ്റാൻ പോയില്ല. എന്ത് കഷ്ടമാന്ന് നോക്കിയേ. സോറി സന്ദീപേ. താൻ പേടിച്ചു പോയോ? ഇതൊക്കെ ഈ ഏട്ടന്റെ ഒരു നമ്പർ അല്ലേ? പോടാ. ദേ ഞാൻ ഇടി തരുവേ. എന്നാ ഇടിക്കാൻ ഇങ്ങോട്ട് വാ. നല്ല തൊഴി ഞാനും അങ്ങ് വെച്ചു തരും. അത് ശരി, എന്നാ നീ തൊഴിക്കാൻ വാ, ഞാൻ കാണിച്ചു തരാം. നീ എന്താ ഗുണ്ടയാണോ? എന്നോട് വെറുതെ തല്ലുകൂടാനൊന്നും വരണ്ട. നല്ല കുട്ടിയായിക്ക്. എന്നിട്ട് എന്നോട് സ്വീറ്റ് ആയിട്ട് സംസാരിച്ചേ. ഓക്കെ, ഞാൻ സ്വീറ്റായി. ചക്കരക്കുട്ടി, എന്റെ പഞ്ചാരക്കുട്ടി. അയ്യേ, ഇതെന്താ ഇങ്ങനെ? ഞാനിത് കൊച്ചുകുട്ടിയാണോ? പിന്നെ താനല്ലേ സ്വീറ്റ് ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞത്? സച്ചിൻ ഇതെപ്പോ വന്നു? അർച്ചന, താനിതെപ്പോ വന്നു? താനെന്താ ഇരുട്ടത്തിരിക്കുന്നേ? അർച്ചന, അർച്ചന. സച്ചേട്ടാ, സച്ചേട്ടൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പോയി കോഫി എടുത്തോണ്ട് വരാം. അർച്ചന, ആ ചേച്ചി, സച്ചേട്ടനില്ലാതെ ഇവിടെ വന്ന് താമസിക്കുമ്പോ ചേച്ചിക്ക് സച്ചേട്ടനെ മിസ് ചെയ്യുന്നില്ലേ? സച്ചേട്ടാ, സച്ചേട്ടാ, ഇതെന്താ ഇന്ന് നേരത്തെ കിടന്നോ? അതും ഡ്രസ്സ് പോലും മാറ്റാതെ. എനിക്കറിയാം, ഏട്ടത്തി അവിടെ നിൽക്കുന്നോണ്ട് ഒരു ഉത്സാഹം ഇല്ല അല്ലേ? ഏട്ടന് ശരിക്കും ഏട്ടത്തെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനെ ചോദിച്ചാ ഉണ്ട്. പെട്ടെന്ന് രണ്ടിടത്താവുമ്പോ വിഷമം വരും. എപ്പോഴും നമ്മൾ അവരെ ഓർത്തല്ലേ ജീവിക്കുന്നത്. അവരുടെ കാര്യം നോക്കിയും വഴക്കിട്ടും പിണങ്ങി നടന്നിട്ട് അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നീ സന്ദീപ് ഒരുമിച്ച് താമസിക്കാത്തോണ്ടാ നിനക്കത് മനസ്സിലാവാത്ത.
ആര് പറഞ്ഞു അത് മനസ്സിലാകില്ലെന്ന്? എന്റെ പൊന്നേട്ടാ, പ്രേമിച്ചിരുന്ന സമയത്ത് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു നിമിഷം പോലും പിരിയാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. എപ്പോഴും കാണണം, സംസാരിക്കണം എന്നൊക്കെ തോന്നും.